രാജസ്ഥാനിലെ ആൽവാറിൽ നവവധു ഭർത്താവിന്റെ അമ്മയ്ക്ക് സ്നേഹത്തോടെ വിഷം കലർത്തിയ ഭക്ഷണം വിളമ്പുന്നു. അവരെയും കൊണ്ട് മകൻ ആശുപത്രിയിലേക്ക് പോകുന്നു. പിന്നെ കാലതാമസമില്ല. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കയ്യിലെടുക്കാൻ പറ്റുന്നതെല്ലാം എടുത്ത് നവവധു മുങ്ങി. ലക്ഷക്കണക്കിന് വില വരുന്ന സ്വർണം, വെള്ളി ആഭരണങ്ങൾക്ക് പുറമെ 50,000-ഓളം രൂപയും എടുത്താണ് വധു പോയത്. അമളി മനസ്സിലാക്കി പോലീസിനെ സമീപിച്ച പരാതിക്കാരൻ വിക്രംജീത് സിംഗ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ കേട്ട് കരയണോ ചിരിക്കണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആദ്യം എത്തിയത്. മറ്റൊന്നുമല്ല, ഓടി നടന്ന് കല്യാണം കഴിക്കുക. തക്കം കിട്ടുമ്പോൾ കല്യാണം കഴിഞ്ഞെത്തിയ വീട്ടിലെ കംപ്ലീറ്റ് സാധനങ്ങളുമായി മുങ്ങുക. രേഖ കൗർ എന്ന തന്ത്രശാലിയായ മോഷ്ടാവിന്റെ ഒരു രീതി ഇതാണ്. പല കുടുംബങ്ങളിൽ നിന്നും അസാധാരണമായ വിശ്വാസം നേടിയെടുക്കാനുള്ള കഴിവ് ഉപയോഗിച്ചാണ് അവർ വമ്പൻ തട്ടിപ്പുകൾ നടത്തി വന്നിരുന്നത്. മെയ് 26 രാജസ്ഥാനിലെ ഗുരുദ്വാരയിൽ വെച്ച് രേഖ കൗറിനെ വിക്രംജിത്ത് കല്യാണം കഴിക്കുന്നത്. കല്യാണം ആർഭാടമായാണ് നടന്നത്. എന്നാൽ 1 മാസം പിന്നിട്ടപ്പോൾ തന്നെ രേഖ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം തന്നോട് വഴക്കുണ്ടാക്കി തുടങ്ങിയെന്ന് വിക്രംജിത്ത് പറയുന്നു. പെങ്കി കൗർ എന്ന സ്ത്രീ വഴിയാണ് രേഖയുമായി അടുത്തതും വിവാഹബന്ധത്തിലേക്ക് എത്തിയതുമെന്ന് വിക്രംജിത്ത് പോലീസിനെ അറിയിച്ചു. യഥാർത്ഥത്തിൽ പെങ്കി കൗർ രേഖയുടെ അമ്മയുടെ സഹോദരിയാണ്. രേഖയുമായി സൗഹൃദത്തിലാകുന്ന സമയത്ത് തന്നെ അവൾ നേരത്തെ ഒരു വിവാഹം കഴിച്ചതാണെന്നും 2 കുട്ടികൾ ആ ബന്ധത്തിലുണ്ടെന്നും വിക്രംജിത്തിന് അറിയാമായിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആദ്യ ബന്ധം നിയമപരമായി വേർപെടുത്തിയിട്ട് കാലങ്ങളായി എന്നാണ് രേഖ കൗറും പിങ്കി കൗറും വിക്രംജിത്തിനോട് ബോധ്യപ്പെടുത്തിയത്. മാത്രവുമല്ല, വിക്രമിന് ആദ്യഘട്ടത്തിൽ തോന്നിയ ചില സംശയങ്ങളെ മറികടക്കാൻ 2025 മെയ് 9 ഒരു ലിവ് ഇൻ റിലേഷൻ കരാർ എഴുതിയുണ്ടാക്കി ആ ബന്ധം കുറേ നാൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ രേഖ കൗർ ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കി. പതിയെ വിക്രംജിത്തിന് രേഖ കൗർ പൂർണ്ണമായും തന്റെ ജീവിതത്തിൽ വേണമെന്ന ആഗ്രഹവുമുണ്ടായി. ഇതോടെ 2025 മെയ് 26 ഇരുവരും ഗുരുദ്വാരയിൽ വെച്ച് വിവാഹിതരായി. ജൂൺ 23 വിക്രംജിത്തിന്റെ അമ്മ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. ഇവരെയും എടുത്ത് വിക്രം ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഭക്ഷണത്തിൽ കലർത്തിയ ഫിനൈൽ അമ്മയുടെ ഉള്ളിലെത്തിയിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത്. വിക്രംജിത്തിന് കാര്യത്തിന്റെ അപകടം മനസ്സിലായി. അമ്മയെ ആശുപത്രിയിലാക്കി ബന്ധുക്കളെ ഏൽപ്പിച്ച് നേരെ വീട്ടിലെത്തി. ആടുകിടന്നിടത്ത് ഒരു പൂട പോലുമില്ല. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ രേഖ ആദ്യ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയിട്ടില്ലെന്ന് വിക്രം മനസ്സിലാക്കി. ഇത്രയും വലിയ ആസൂത്രണത്തിൽ വീണിട്ടും തനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലല്ലോ എന്നോർത്ത് വിക്രംജിത്തിന്റെ കണ്ണു തള്ളി. അത്ര സ്വാഭാവികമായും ആത്മാർത്ഥമായും താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ബന്ധം ഒരു കൊടും ചതിയാണെന്ന് അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. 2025 ജൂലൈ 14 ആരവലി വിഹാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ തങ്ങൾ കൊണ്ടുപോയ സ്വർണം മാത്രമേ വിക്രമിന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളൂ എന്നും അയാളുമായി ഇനി ഒത്തുപോകാനാകില്ല എന്നും രേഖ അറിയിച്ചതായാണ് വിവരം. മാത്രമല്ല, രേഖയ്ക്ക് സിമ്രാൻ കൗർ എന്നും പേരുണ്ട്. വിക്രംജിത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു തെളിവും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഈ ഘട്ടത്തിൽ തന്റെ പരാതിയുമായി കോടതിയെ നേരിട്ട് സമീപിച്ചിരിക്കുകയാണ് വിക്രംജിത്ത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.